Hi students, in this class we see about the factors affecting the biogas production. So first one is solid to water ratio. It is cattle dung or gobar contains about 18% of solid matter and remaining 82% is water. So here the main thing which we have to see is the water content should be of higher than compared to the solid content. So this will also affect, and this will also mainly affect if the water content is very lesser compared to the solid content, then it takes lots of time to become the biogas, form the biogas. Next one we take it as retention time. The digestion period is also called as the retention time. അതായത് ആ ഒരു പർട്ടിക്കുലർ ഗോബർ ഒരു കാറ്റിൽ സ്ലറി, അതായത് ചാണകമോ പിന്നെ എന്തെങ്കിലും ഒരു കിച്ചൺ വേസ്റ്റോ ഒക്കെയാണ് നിങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിലെ കൂടെ ഇട്ടാൽ അതൊരു അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ബയോമാസായിട്ട് പറയാം. സോ ആ ഒരു ബയോമാസിനെ മൊത്തത്തിൽ ഡൈജസ്റ്റ് മീൻസ് മൊത്തത്തിൽ ഫെർട്ടിലൈസറായിട്ട് മാറ്റും. അതിനെ ഫുള്ളായിട്ട് അതിലൊരു എൻസൈംസ് ആക്ട് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് അത് തിന്നു തീർക്കാൻ, അതായത് ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിനെ ഫുൾ ഒരു നൈട്രജൻ റിച്ച് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ആക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു ടൈമിനാണ് നമ്മൾ റിട്ടൻഷൻ ടൈം എന്ന് ഇവിടെ പറയാം. ദ റിക്വയർഡ് റിട്ടൻഷൻ ടൈം ഫോർ കംപ്ലീഷൻ ഓഫ് എയറോബിക് ഡൈജഷൻ, അതായത് ആ എൻസ്യൂമിനെ ഫുള്ളായിട്ട് നിങ്ങളുടെ ഒരു കിച്ചൺ വേസ്റ്റ്, അതായത് ഒരു പച്ചക്കറി ഒക്കെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, വെണ്ടക്ക പിന്നെ ഉള്ളി, അതിൻ്റെ ഒക്കെ തോല് ഒക്കെ അതായിരിക്കും നിങ്ങൾ മെയിനായിട്ട് ഇതിലിടുക. ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഇടുക. അതിൽ ആ ഒരു പർട്ടിക്കുലർ എൻസൈം വന്നിട്ട് അത് മുഴുവനും തിന്ന് തീർക്കാൻ അതിന് വേണ്ടുന്ന സമയമാണ് റിട്ടൻഷൻ ടൈം എന്ന് പറയാം. ദ റിയാക്ഷൻ വേരീസ് വിത്ത് ഡിഫറിങ് ടെക്നോളജീസ്, പ്രോസസ്, ടെമ്പറേച്ചർ ആൻഡ് വേസ്റ്റ് കമ്പോഷൻ. സോ ഏതൊക്കെ വേസ്റ്റ് കമ്പോഷൻ ആണ് അതിനനുസരിച്ചിട്ടും ഇത് വേരി ആവും. സോ ദാറ്റ് വി കോൾ റിട്ടൻഷൻ ടൈം. റിട്ടൻഷൻ ടൈം ഫോർ വേസ്റ്റ് treated in mesophilic digester, that is mesophily is an organism that grows best in moderate temperature. So ഇവിടെ നോക്കുക, ആ ഒരു ഓർഗാനിസത്തിൻ്റെ പേരാണ് മിസോഫൈൽ. സോ മിസോഫൈൽ പറഞ്ഞൊരു ഓർഗാനിസത്തിന് വേണ്ടുന്ന ഡൈജഷൻ പീരിയഡാണ്, അതാണ് റിട്ടൻഷൻ ടൈം. ദാറ്റ് ഗ്രോസ് ബെസ്റ്റ് ഇൻ ദി ടെമ്പറേച്ചർ നൈദർ ടു ഹോട്ട് ഓർ ടു കോൾഡ്, അതായത് അധികം ഹോട്ടും ആവാൻ പാടില്ല അധികം കോൾഡും ആവാൻ പാടില്ല. അതൊരു മോഡറേറ്റ് 20 to 45 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉണ്ടാവണം. റേഞ്ച് ഫ്രം 10 to 40 days, 10 മുതൽ 40 ദിവസം വരെ അതിന് സമയം വേണ്ടി വരും. അത് ഫുള്ളായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ കിച്ചൺ വേസ്റ്റ്, ഒരു കഞ്ഞിയായാലും പിന്നെ എന്തായാലും ഏത് വേസ്റ്റ് ആണെങ്കിലും ചോറാണെങ്കിലും എന്താണെങ്കിലും കിച്ചൺ വേസ്റ്റ് എന്തൊക്കെ ഉണ്ടോ, പിന്നെ സ്ലറി, അതായത് ഒരു കൗഡങ്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് മുഴുവനും അത് ഡൈജസ്റ്റ് ചെയ്യുക. അതായത് മിസോഫൈൽ പറഞ്ഞ ഓർഗാനിസം ഡൈജസ്റ്റ് ചെയ്ത് അത് വേറെ ഒരു ഫെർട്ടിലൈസറാക്കി ആക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് റിട്ടൻഷൻ ടൈം. ഓക്കെ, സോ ലോവർ റിട്ടൻഷൻ ടൈംസ് ആർ റിക്വയർഡ് 30 in digester operated in thermophilic range. So lower retention time is required 30 in digester operated in thermophilic range. So a thermophile is an organism, a type of extremophile that thrives at a relatively high temperature between 41 to 122 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സോ ഒരു തെർമോഫൈൽ ചില ഒരു ഓർഗാനിസത്തിൽ വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് 41 to 122 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ അത് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും, അതിന് ഡൈജഷൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത് 20 to 45 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. പക്ഷേ തെർമോഫൈൽ പറഞ്ഞ ഒരു ഓർഗാനിസത്തിന് അത് 41 to 122 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ അത് ഡൈജസ്റ്റ് ചെയ്യുക, അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. എ ഹൈ സോളിഡ് റിയാക്ടർ ഓപ്പറേറ്റിംഗ് ഇൻ ദി തെർമോഫൈൽ റേഞ്ച് ആസ് എ റിട്ടൻഷൻ ടൈം ഓഫ് 14 days. സോ തെർമോഫൈൽ റേഞ്ചിലാണെങ്കിൽ അതിന് 14 ദിവസം കൊണ്ട് അത് നിങ്ങളുടെ പർട്ടിക്കുലർ ബയോമാസിനെ
ഫെർട്ടിലൈസറായിട്ടും പിന്നെ നിങ്ങൾക്കൊരു ബയോഗ്യാസായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ ആസ് ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ അഫക്ട്സ് ബാക്ടീരിയൽ ആക്ടിവിറ്റി. മീഥേൻ ഫോർമേഷൻ ഈസ് ഒപ്റ്റിമം ഇൻ ദി ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് 35 to 38 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സോ മീഥേൻ CH4 ഫോർമേഷൻ ചെയ്യുന്നത് അത് ഒപ്റ്റിമമാണ്. 35 to 38 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഡിക്രീസസ് ബിലോ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സോ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അതായത് ഊട്ടി, കൊടൈക്കനാൽ ആ ഭാഗത്തൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ 10 to മാക്സിമം പോയാൽ ഒരു 18-19 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ. സോ അവിടെ ഒന്നും ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാനോ അത് മുഖാന്തരം ഒരു ഗ്യാസ് പ്രൊഡക്ഷൻ നമുക്ക് ചിന്തിക്കാനും പോലും ആവില്ല. സോ കാരണം വെച്ചാൽ ഒരു മീഥേനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മിനിമം 35 to 38 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതാണ് നല്ലത്. സോ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ബിലോ ആണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് മീഥേൻ ഫോർമേഷൻ സ്റ്റോപ്പ് ചെയ്യും. എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ? 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇൻ കോൾഡ് റീജിയൻസ് എ സോളാർ കാനോപ്പൈ ഈസ് ബിൽഡ് ഓവർ ദി ബയോഗ്യാസ് പ്ലാന്റ്സ് ടു മെയിൻറ്റെയിൻ ദി ഡിസൈർഡ് ടെമ്പറേച്ചർ. ഒരു സോളാർ കാനോപ്പൈ, ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. So in hot regions, another microorganism called thermophile is utilized for aerobic fermentation in the temperature of 55 to 60 degrees. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഹോട്ട് റീജിയനിലാണെങ്കിൽ, അതായത് ഒരു സഹാര ഡെസേർട്ടോ ഒരു സൗദി അറേബ്യയോ അങ്ങനത്തെ പല സാധനങ്ങൾ, അതായത് ഗൾഫ് കൺട്രീസിലോ ഒക്കെയാണ് നിങ്ങൾ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു തെർമോഫൈൽ പറഞ്ഞ ഓർഗാനിസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ആ ഒരു ബയോഗ്യാസ് പ്രൊഡക്ഷൻ നടത്താം. സോ ഗ്യാസ് production rises with increase in ambient air temperature. As the temperature increases, the total retention period decreases. So temperature increase ചെയ്തതോടുകൂടി അതിൻ്റെ റിട്ടൻഷൻ പീരീഡ്, അതായത് ഡൈജഷൻ പീരീഡ് കുറഞ്ഞുകൊണ്ട് വരും. ആൻഡ് വൈസ് വെർസ. ഹവർ ദി ടോട്ടൽ ഗ്യാസ് പ്രൊഡക്ഷൻ റിമെയിൻസ് പ്രാക്ടിക്കലി സെയിം. സോ ഗ്യാസ് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബയോമാസ് എത്രയുണ്ട് അതിനനുസരിച്ച് മാത്രമേ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യൂ. അതായത് ടെമ്പറേച്ചർ കൂടിയെന്ന് കരുതിയിട്ട് കൂടുതൽ ഗ്യാസൊന്നും അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് സോളിഡ് ടു വേസ്റ്റ് റേഷ്യോ. സോ cattle dung contains 18% of solid matter and remaining is 82% water. So aerobic fermentation is proceeded in faster rate if mass is about 9%. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണം, മാസ് എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറക്കണം. സോ എയറോബിക് ഫെർമെൻറ്റേഷന് ഏറ്റവും ഫാസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന വെച്ചാൽ മാസ് 9% ഉണ്ടാകുമ്പോഴാണ്. മാസ് 9% ഉണ്ടാകുമ്പം പിന്നെ അതിനനുസരിച്ചിട്ട് അതിൻ്റെ വാട്ടർ 82 or 81% നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, 91% വരെ വാട്ടർ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതിൻ്റെ എയറോബിക് ഫെർമെൻറ്റേഷൻ ഫാസ്റ്റ് ആയിട്ടാവും. സോ ഡൈജസ്റ്റർ ഫീഡ് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് വാട്ടർ ഇൻ ദി റേഷ്യോ ഓഫ് 1:1. സോ ഡൈജസ്റ്റർ ഫീഡ് ഈസ് വാട്ടറിന് 1:1 ആയിട്ട് 1:1 ബൈ ദി വെയ്റ്റ് ടു റെഡ്യൂസ് ദി സോളിഡ് കണ്ടൻറ്റ്. സോ 1:1, അതായത് 1 kg ഒരു പിടി ചാണകത്തിന് അത്ര തന്നെ 1 ലിറ്റർ വെള്ളം, ആ രീതിയിലാണ് ഇത് ചെയ്യാം. സോ 1:1 റേഷ്യോ ആണ്. ടു ഇൻക്രീസ് ദി സോളിഡ് മാറ്റർ ദി ക്രോപ്പ് റെസിഡ്യൂസ് ആൻഡ് വീഡ്സ് പ്ലാന്റ്സ് മേ ബി മിക്സ്ഡ്. സോ ക്രോപ്പിൻ്റെ റെസിഡ്യൂവും വീഡ് പ്ലാന്റ് മിക്സൊക്കെ ചെയ്താൽ അതിൻ്റെ സോളിഡ് മാറ്റർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. So next one is volumetric loading. So expressed as a quantity of organic waste fed into the digester per day per unit volume. അതായത് എത്രമാത്രം ആണ് നിങ്ങൾ ഓരോ ദിവസം ആ ഒരു ഡൈജസ്റ്ററിലേക്ക് നിങ്ങൾ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ചില ദിവസം ഒരു 2 kg ബയോമാസ് ഇടുക, ചില ദിവസം ഉണ്ടാതിരിക്കുക, അങ്ങനെ ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ നിങ്ങൾക്ക് ആ ബയോമാസിലേക്ക് ഒരു വേസ്റ്റ് ഇടണം. സോ മുനിസിപ്പൽ സീവേജ് പ്ലാന്റ്സ് ഓപ്പറേറ്റ് അറ്റ് എ റേറ്റ് ഓഫ് 1 to 1.5 kg per meter cube per day. 1.1 kg per meter cube per day ആണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് അത് കിട്ടുന്നത്.
അപ്പോൾ പിന്നെ ഓവർലോഡിങ് ആൻഡ് അണ്ടർലോഡിങ് റെഡ്യൂസസ് ദി ബയോഗ്യാസ് പ്രൊഡക്ഷൻ വിത്ത് എ ഫിക്സ്ഡ് റിട്ടൻഷൻ ടൈം. സാധാരണ നേരത്തെ പറഞ്ഞു, തീരെ ലോഡ് ചെയ്യാതിരിക്കാനും പാടില്ല, ഓവറായിട്ട് ലോഡ് ചെയ്യാനും പാടില്ല. സോ ദിസ് വി കോൾ ആസ് ദി വോളിമെട്രിക് ലോഡിങ്. ദാറ്റ് ഈസ് waste fed into the digester per day per unit digester per day per unit volume. Okay, next one, seeding. Seeding means cattle dung contains both acid forming bacteria and മീഥേൻ ഫോമിംഗ് ബാക്ടീരിയ. സോ ഒരു കാറ്റൽ ഡങ്ക്, അതായത് ഒരു ചാണകത്തിൽ 2 തരത്തിലെ ബാക്ടീരിയ ഉണ്ടാവും. ഒന്ന് പറഞ്ഞാൽ ആസിഡ് ഫോമിംഗ് ബാക്ടീരിയ ഉണ്ടാവും, പിന്നെ മീഥേൻ ഫോമിംഗ് ബാക്ടീരിയ ഉണ്ടാവും. ആസിഡ് ഫോമിംഗ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ഫാസ്റ്റ്, പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. വൈൽ ദി മീഥേൻ ഫോമിംഗ് ബാക്ടീരിയ ഗ്രോ സ്ലോലി. ടു സ്റ്റാർട്ട് ആൻഡ് ആസിഡറേറ്റ് ഫെർമെൻറ്റേഷൻ സീഡിങ് ഓഫ് മീഥേൻ ഫോമിംഗ് ബാക്ടീരിയ ഇസ് റിക്വയർഡ്. എന്ന് വെച്ചാൽ നമുക്ക് മീഥേനാണ് മെയിനായിട്ട് വേണ്ടത്. സോ ആസിഡ് ഫോമിംഗ് ബാക്ടീരിയനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം മീഥേൻ ഫോമിംഗ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താ പറയുക, ബയോഗ്യാസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സീഡിങ്, അതായത് ഒരു നിങ്ങൾ പറയുന്നില്ല, ഒരു എന്താ പറയുക, ആ ഒരു ഫെർമെൻറ്റേഷൻ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണലി നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ലിക്വിഡ് നമ്മൾ ആ ഒരു ബയോഗ്യാസിൽ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് ഇടേണ്ടി വരും. സോ അതിനെ നമ്മൾ എന്താ പറയുക, സീഡിങ് എന്ന് ഇതിൽ പറയുന്നു. സോ ഇതിലൊരു അത് നിങ്ങൾക്കറിയാം, ഒരു ബയോഗ്യാസ് പ്ലാന്റും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കയ്യിൽ ചെറുതായിട്ടൊരു ഇത് കൊടുക്കും, എന്താ പറയുക, ഒരു ലോഷൻ കൊടുക്കും, ഒരു പർട്ടിക്കുലർ ലിക്വിഡ് കൊടുക്കും. ആ ലിക്വിഡ് എന്ത് ചെയ്യണം വെച്ചാൽ ആ 10 ദിവസം കൂടുമ്പോൾ ആ ലിക്വിഡിൽ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. ആ മൈക്രോ ഓർഗാനിസം മെല്ലെ മെല്ലെ ആ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വരും. അപ്പോൾ അത് മീഡിയം ഫോമിംഗ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യും, ആസിഡ് ഫോമിംഗ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്ന കുറയും. ഓക്കെ, next one, pH value. The measure of pH value indicates concentration of hydrogen ions. എത്രമാത്രം ഹൈഡ്രോജൻ അയോൺസ് ആണ് ഉള്ളതെന്ന് ഉള്ള കോൺസെൻട്രേഷൻ ആണ് pH വാല്യൂ നമുക്കറിയാം. സോ മൈക്രോ ഓർഗാനിസംസ് ആർ സെൻസിറ്റീവ് ടു pH വാല്യൂ ഓഫ് ഡൈജസ്റ്റഡ് സ്ലറി. മൈക്രോ ഓർഗാനിസം, അതായത് മീഡിയം ഫോമിംഗ് ബാക്ടീരിയ ഇല്ല ഓർഗാനിസംസ് ഒക്കെ അതിൻ്റെ pH വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഫോർ ഒപ്റ്റിമം ബയോഗ്യാസ് പ്രൊഡക്ഷൻ pH is between 6.8 to 7.8. 6.8 തൊട്ട് 7.8 വരെ pH ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു മീഥേൻ ഫോമിംഗ് ബാക്ടീരിയ അവിടെ സർവേ ചെയ്യും, പിന്നെ ബയോഗ്യാസ് ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. സോ കൺട്രോൾ ഓഫ് pH ഷുഡ് ബി എക്സസൈസ്ഡ് ബൈ ആഡിങ് ആൽക്കലി വെൻ ഇറ്റ് ഡ്രോപ്സ് ബിലോ 6.6. അതായത് pH ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, pH കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് pH ഇൻക്രീസ് ചെയ്യണമെങ്കിലും pH ഡിക്രീസ് ചെയ്യണമെങ്കിലും 2 തരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതായത് pH ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സോളിഡ് വേസ്റ്റ് കൂടുതൽ ആഡ് ചെയ്യാം. pH ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം, അതായത് ഒരു കൗഡങ്കോ അങ്ങനെ എന്തെങ്കിലും അത് ആഡ് ചെയ്യാം. സോ അങ്ങനെ pH വാല്യൂ ഡിക്രീസും ചെയ്യാം, pH വാല്യൂ ഇൻക്രീസും ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ വേസ്റ്റ് പ്രൊഡക്റ്റ്, അതായത് കാർബോഹൈഡ്രേറ്റ് ഇല്ല വേസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ pH വാല്യൂ ഡിക്രീസ് ചെയ്യും. കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത, അതായത് റോ മെറ്റീരിയൽ വളരെ ആസിഡ് കണ്ടൻറ്റൊക്കെ ഉള്ള മെറ്റീരിയൽ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് pHൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. സോ നെക്സ്റ്റ് വൺ, കാർബൺ ടു നൈട്രോജൻ റേഷ്യോ. സോ ദാറ്റ് ഈസ് ദി Now we see carbon to nitrogen ratio. So here in the carbon to nitrogen ratio we need to see the condition of methanogenic bacteria which needs carbon and nitrogen for its survival. So methanogenic bacteria എന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, അത് എന്താ പറയുക, കാർബണും നൈട്രജനും രണ്ടും വേണം അതിൻ്റെ സർവൈവലിന്. സോ കാർബൺ ഈസ് റിക്വയർഡ് ഫോർ എനർജി, ബൈ നൈട്രജൻ ഈസ് റിക്വയർഡ് ഫോർ ബിൽഡിംഗ് സെൽ പ്രോട്ടീൻ. അതിൻ്റെ സെല്ലിന് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അത് നമുക്ക് നൈട്രജൻ വേണം. കാർബൺ ഈസ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് എനർജി. സോ കൺസംഷൻ ഓഫ് കാർബൺ ഈസ് 30 to 50% ഫാസ്റ്റർ ദാൻ നൈട്രജൻ. അപ്പോൾ അത് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അത് കാർബണ് കൺസ്യൂം ചെയ്യും. ഫേവറബിൾ റേഷ്യോ ഈസ് 30:1. അതായത് 30
ബക്കറ്റ് കാർബൺ കണ്ടൻറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഏതാ? ഇതല്ലേ, വീറ്റ് സ്ട്രോ, റൈസ് സ്ട്രോ, അതിലൊക്കെ നമുക്ക് കൂടുതൽ കാർബൺ കണ്ടൻറ്റ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ നൈട്രജൻ കണ്ടൻറ്റ് ഉണ്ടാകുന്ന ഏതാണ്? സ്ലറിയിൽ എന്ന് വെച്ചാൽ ഒരു കൗഡങ്ക്, അതിലൊക്കെ കൂടുതൽ നൈട്രജൻ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ അത് ഇടാതെ കൂടുതൽ എന്താ പറയുക, ഈ സ്ട്രോ, ഈ വീറ്റ് സ്ട്രോ, റൈസ് സ്ട്രോ ഒക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് മാത്രം ചാണകം ഇട്ടുക. അങ്ങനെ ഇട്ട് ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുപോയാൽ ഇതിൽ ആവും. സോ എനി ഡീവിയേഷൻ ലോവർ ദി ബയോഗ്യാസ് പ്രൊഡക്ഷൻ. 30:1 പറഞ്ഞ ഡീവിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബയോഗ്യാസ് പ്രൊഡക്ഷൻ കുറയും. സോ C/N is high, then add straw. ദാറ്റ് ഈസ് കാർബൺ ടു നൈട്രജൻ റേഷ്യോ കൂടുതലാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സോഡസ്റ്റ് ആഡ് ചെയ്യണം. അതായത് നിങ്ങൾ ഇതില്ലേ, എന്താ പറയുക, ഈ റൈസ് സ്ട്രോ, ഒരു വീറ്റ് സ്ട്രോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ, അത് C/N റേഷ്യോ അത് കൂടുതലാണെങ്കിൽ, അതായത് നൈട്രജൻ കണ്ടൻറ്റ് കുറവാണെങ്കിൽ C/N റേഷ്യോ കൂടുതലുണ്ടാവും. നൈട്രജൻ കണ്ടൻറ്റിനെ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യണം, സ്ട്രോ ആഡ് ചെയ്യണം, വീറ്റ് സ്ട്രോ, റൈസ് സ്ട്രോ ഒക്കെ ആഡ് ചെയ്യണം. പിന്നെ C/N ഈസ് ലോ, അപ്പോൾ ഇത് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലാണ്. നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലാവുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ഈ ഒരു പോൾട്രി വേസ്റ്റ് ആഡ് ചെയ്യണം. പോൾട്രി വേസ്റ്റ് പറഞ്ഞാൽ ചാണകം ആഡ് ചെയ്യണം. സോ അങ്ങനെ ഈ റൈസ് സ്ട്രോവും വീറ്റ് സ്ട്രോവും, അതായത് സ്ട്രോ പറഞ്ഞാൽ എന്താ, ഒരു ഗ്രാസില്ലേ, നിങ്ങൾ ഈ വയലിലൊക്കെ നിങ്ങൾ ഇത് ശേഷം, വയലിൽ ഇത് ഒക്കെ എടുത്ത ശേഷം നിങ്ങൾക്കൊരു കിട്ടില്ലേ, എന്താ പറയുക, ഒരു ഗ്രാസ് കിട്ടില്ലേ, ആ ഒരു ഗ്രാസിനാണ് സ്ട്രോ എന്ന് പറയാം. സോ ആ ഒരു സ്ട്രോ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതെന്താ പറയുക, നൈട്രജൻ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യും. ആ ഒരു സ്ട്രോ കുറച്ചിട്ട് കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടൻറ്റ് കുറയും. സോ നിങ്ങൾക്ക് നൈട്രജൻ കണ്ടൻറ്റ് C/N റേഷ്യോ ലോ ആണെങ്കിൽ ദെൻ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ ഇടുക, അതായത് പോൾട്രി വേസ്റ്റ് കൂടുതൽ ഇടുക. C/N റേഷ്യോ ഹയർ ആണെങ്കിൽ എന്താ പറയുക, സോ ആൻഡ് ഡസ്റ്റ് ഇടുക. ഓക്കെ, C/N റേഷ്യോ ഹൈ പറയുകയാണെങ്കിൽ നൈട്രജൻ കണ്ടൻറ്റ് കുറവായതുകൊണ്ടാണ് C/N റേഷ്യോ ഹൈ ആവുന്നത്. അപ്പം C/N റേഷ്യോ ലോ എന്ന് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ടാണ്. നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നൈട്രജൻ കണ്ടൻറ്റ് ഡിക്രീസ് ചെയ്യുക? അതിനെ പോൾട്രി വേസ്റ്റ് ആഡ് ചെയ്താൽ മതി. നൈട്രജൻ കണ്ടൻറ്റ് കുറവാകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുക? അത് സോഡസ്റ്റ് അതവിടെ ആഡ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് കാർബൺ ടു നൈട്രജൻ റേഷ്യോ ബാലൻസ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് വൺ we see about the biogas plant.